കയ്യിൽ ഇവിടെ ഒരു നീളമുള്ള ഒരു ചരടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നീളമുള്ള ചരട് എന്നോടൊരു കുഞ്ഞ് സ്ഥലത്ത് ഒതുക്കി വെക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി മടക്കി ഒതുക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആ നീളമുള്ള സാധനത്തിനെ ഒതുക്കി വെക്കാൻ പറ്റും. ഇതേപോലെയാണ് 2 മീറ്റർ ലോങ് ആയിട്ടുള്ള നമ്മളുടെ DNA കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മളുടെ DNA പാക്കേജിംഗ് ആണ്. DNA എങ്ങനെയാണ് നമ്മളുടെ കുഞ്ഞ് സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ DNA നിങ്ങൾക്കറിയാം എവിടെയാണ് കാണുന്നത്? നമ്മളുടെ ക്രോമസോമിൻ്റെ അകത്താണ് അല്ലേ? ക്രോമസോമിൻ്റെ അകത്താണ് DNA കാണുന്നത്. അപ്പോൾ ഈ ക്രോമസോമിനകത്ത് മെയിനായിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് DNAയും മറ്റൊരാളാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. ആരാണ്? ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഒരു 8 എണ്ണം ചേർന്ന് ഒരു യൂണിറ്റ് ആകും. എത്ര എണ്ണ? 1 2 3 4 5 6 7 8. 8 എണ്ണം ചേർന്നിട്ടുള്ള ഈ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ നമ്മളുടെ DNA ഇങ്ങനെ ചുറ്റും. ഒരു തവണ ചുറ്റി. അപ്പം ഈ ഒരു DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ ഒരു തവണ ചുറ്റിയാൽ ഇതിൻ്റെ പേര് മാറും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ന്യൂക്ലിയോസോം. അപ്പോൾ ഒന്ന് ചുറ്റിയില്ലേ? അങ്ങനെ നമ്മളുടെ ഈ ന്യൂക്ലിയോസോം ഇതാണ്ടോ, ഇതാണ് നമ്മളുടെ ഹിസ്റ്റോൺ ഒക്ടാമർ, 8 എണ്ണം ചേർന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ DNA ഇങ്ങനെ ഒരു തവണ ചുറ്റിയാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂക്ലിയോസോം എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയോസോം പല തവണ ചുറ്റി 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 ചുറ്റിയാണ് കണ്ടോ, പലതവണ ഇങ്ങനെ ചുറ്റി 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 ഈ ചുറ്റിയ സാധനം വീണ്ടും ചുറ്റി. അങ്ങനെയാണ് നമ്മളുടെ ക്രോമസോമിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ DNA എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? നമ്മളുടെ ഹിസ്റ്റോൺ പ്രോട്ടീനും ഉണ്ട്. അതുപോലെ തന്നെ ക്രോമസോം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോൺ പ്രോട്ടീനും DNAയും. ഹിസ്റ്റോൺ പ്രോട്ടീൻ 8 എണ്ണം ചേരുന്നതുകൊണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ. അതിൻ്റെ മുകളിൽ DNA ഒരു തവണ ചുറ്റി. അങ്ങനെ കുറേ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മുകളിൽ DNA ചുറ്റി ചുറ്റി നമുക്ക് കുറേ മാലയിൽ മുത്ത് കോർത്തതുപോലത്തെ ഒരു സാധനമാകും. അതിന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചുറ്റും. ഈ ചുറ്റിയ സാധനത്തിനെ വീണ്ടും ചുറ്റും. അങ്ങനെ നമ്മളുടെ DNA എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളുടെ ക്രോമസോമിനകത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാനൊരു സ്ട്രക്ചർ കാണിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോമസോം. ഈ 2 ക്രോമസോമിന് നടുവിലായിട്ട് ഇവിടെ ഒരു 2 പേരെയും കണക്ട് ചെയ്തൊരു സാധനം കാണാം. ഇതിനെ നമ്മൾ വിളിക്കും സെൻട്രോമിയർ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഓരോന്നിനെയും എന്താണ് വിളിക്കുക എന്നുള്ളതിൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.